ഇസ്രയേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഈ രാത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട റാമത്ത് ഡേവിഡ് എന്നറിയപ്പെടുന്ന ബേസിന് നേരെയാണ് ഇറാൻ 4 ഘട്ടങ്ങളിലായി മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ സൈന്യം പറഞ്ഞിരിക്കുന്നത് ഒരു അനുമതി ലഭിച്ചാൽ അതിശക്തമായ തിരിച്ചടി ഇറാനെതിരെ ഉണ്ടാകുമെന്നാണ്. ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി ലിബർമാൻ പറഞ്ഞത് ഇറാന്റെ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ പറ്റില്ല എന്നാണ്. എന്നാൽ ഇറാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ഏപ്രിൽ 8-ന് വെടിനിർത്തൽ ഉണ്ടായി. എന്നാൽ ഈ വെടിനിർത്തൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ലബനാൻ. അതായത് ഈ വെടിനിർത്തലിനുള്ളിൽ ലബനാനും കടന്നു വരുമെന്നാണ്. പക്ഷെ തുടർച്ചയായി ഇസ്രയേൽ ലബനാന് നേരെ ആക്രമണം നടത്തി. ഞങ്ങൾ 2 ദിവസം മുമ്പ് വ്യക്തമായ വാണിംഗ് നൽകിയതാണ്. ലബനാനിന്റെ ബൈറൂത്ത് ഭാഗത്തേക്ക് ആക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവും, ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷവും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായി ഖൈബർ ശക്കൻ എന്നറിയപ്പെടുന്ന അതിമാരകമായ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ മിസൈലുകളുടെ വാർഹെഡ് ഏകദേശം 500 കിലോഗ്രാം വരും. എന്ന് പറഞ്ഞാൽ അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ട്രംപ് എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നത് അസഹനീയമായ കാര്യമാണ്. ഒരിക്കലും ട്രംപ് അത് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായി നെതന്യാഹുവിനോട് ബൈറൂത്തിന് നേരെയുള്ള ആക്രമണം നിർത്താൻ വേണ്ടി പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ട്രംപും നെതന്യാഹുവും തമ്മിൽ ശക്തമായ ഭിന്നത ഉണ്ട് എന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം. ഇറാനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തിരിച്ചടിച്ചല്ലോ, ഇനി മതി, നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് പോകാം, വീണ്ടും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വതമായ ഒരു കരാറിലേക്ക് തന്നെ നീങ്ങാം. നിങ്ങൾ തിരിച്ചടിച്ചു, ഇനി ഇസ്രയേൽ തിരിച്ചടിക്കരുത്, അതിന് പ്രതികരിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല ഈ സമയം വരെ അമേരിക്കയിൽ നിന്ന് തിരിച്ചടിക്കാനുള്ള അനുമതി ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇറാൻ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന കാര്യം വ്യക്തമാണ്. ലബനാനിന് നേരെ ആക്രമണം നടത്തിയാൽ തിരിച്ചടി ഉണ്ടാകും. അത് ഇറാനുമായുള്ള യുദ്ധത്തിന് സമാനമായിട്ട് തന്നെയാണ് ഇറാൻ കാണുന്നത്. അതേസമയം അതിർത്തിയിൽ വെടിവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ലബനാനിലെ ഹിസ്ബുള്ള FPV ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ചും ആക്രമണമുണ്ട്. എന്നാൽ ആ ആക്രമണങ്ങളിൽ ഇറാന് വലിയ നേട്ടമുണ്ട്. കാരണം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഹിസ്ബുള്ള ബോർഡറിൽ വെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് ഈ FPV ഡ്രോണുകളോട് പ്രതികരിക്കാൻ ഇസ്രയേലിന് വലിയ പ്രതിസന്ധിയുണ്ട്. ടെക്നിക്കൽ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രയേലിന്റെ സൈനികർക്കും ടാങ്കുകൾക്കും കവചിത വാഹനങ്ങൾക്കും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെടിനിർത്തലിന് ശേഷം മാത്രം 18 ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട സൈനികരാണ് മരണപ്പെട്ടിട്ടുള്ളത്. പരിക്കേറ്റവർ ധാരാളമുണ്ട്. എന്നാൽ ഇതിന് തിരിച്ചടി നൽകാനുള്ള ഏക മാർഗം ബൈറൂത്തിനെ ആക്രമിക്കുക എന്നതാണ്. എന്നാൽ ഇതൊരു അവസാനമുണ്ടാകും എന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത്. മാത്രമല്ല ഇസ്രയേലിന്റെ സൈനിക മേധാവി പറഞ്ഞത് ഒരു FPV ഡ്രോണിന് പകരം ബൈറൂത്തിലെ ഒരു ബിൽഡിംഗ് തകർക്കുക എന്നതാണ്. ആ രീതിയിലുള്ള ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇസ്രയേൽ ആരംഭിച്ചത്. എന്നാൽ ആ സമയത്ത് തന്നെയാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രയേൽ നേരെ ആക്രമിക്കും. പക്ഷെ ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ച് തുടർച്ചയായ ആക്രമണം നടത്തി. എന്നാൽ അതിനെ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ബൈറൂട്ടിന് നേരെ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ഇറാന്റെ ഈ തിരിച്ചടിക്ക് പകരം ആക്രമിക്കുകയോ ചെയ്താൽ ഇതിലേറെ ഗുരുതരമായ ആക്രമണമായിരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിന് നേരെ ഉണ്ടാവുക എന്നാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വയ്ബ ഓൺലൈൻ അക്കാദമി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ, 45 മിനിറ്റ് ലൈവ് ക്ലാസുകൾ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം, കൂടാതെ ഖുർആൻ ഹിഫ്ള് കോഴ്സുകൾ, സ്കൂൾ ട്യൂഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ.